സുഭാഷ് ബാബു സാർ, ഈ മാൻ മിസ്സിംഗ് കേസസ് പറഞ്ഞല്ലോ, ഇപ്പം 100 അല്ലെങ്കിൽ 1000 ഒന്നും വേണ്ട, ഒരു 10 അല്ലെങ്കിൽ 5 ആണെങ്കിൽ പോലും പോലീസ് അത് അന്വേഷിക്കില്ലേ? ഇപ്പം പോലീസ് സ്റ്റേഷൻ ഇല്ലാത്തത് കൊണ്ടാണ് പരാതി കൊടുക്കാതിരുന്നതെന്നൊക്കെ പറയുന്നത്, അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല, മാൻ മിസ്സിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു ശീർഷകം എല്ലാ സംസ്ഥാനങ്ങളിലും അന്വേഷിക്കപ്പെടുന്നതാണ്. അത് ഇപ്പോ നമ്മുടെ കേരള പോലീസ് ആക്ടില് അതിന് 59 എന്ന് പറയുന്ന വകുപ്പ് തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട്. പണ്ട് അങ്ങനെയുള്ള പോലീസ് മാനുവലില് അനുസരിച്ചിട്ടാണ് ചെയ്തുകൊണ്ടത്. അത് എല്ലാ സംസ്ഥാനത്തും ചെയ്യുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു ദുരൂഹ സാഹചര്യത്തിൽ ആരെയെങ്കിലും കാണാനില്ല എന്ന് പറയപ്പെടുകയാണെങ്കിൽ അദ്ദേഹത്തിന് മരണം വരെ സംഭവിച്ചിരിക്കാം എന്നുള്ള പശ്ചാത്തലത്തിലാണ് ഈ കേസ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയുള്ള അന്വേഷണം നടത്തുകയും അതിനെ തുടർന്ന് ഈ മാൻ മിസ്സിങ്ങിനെ സംബന്ധിച്ചിട്ട് അതിന്റെ അന്വേഷണം എന്ന് പറയുന്നത് ആ പ്രദേശത്ത് ഉള്ള ആളുകളോട്, അതുപോലെ തന്നെ നമ്മളുടെ മെസ്സേജുകൾ എല്ലാ സ്ഥലത്തും കൊടുക്കുക, ഫോട്ടോ സർക്കുലേറ്റ് ചെയ്യുക. അത് കഴിഞ്ഞതിന് ശേഷം അതിന്റെ ക്രൈം കാർഡ് അതേമാതിരി കുറച്ച് രേഖാപരമായിട്ടുള്ള അയക്കാനുണ്ട്. അത് ഗസറ്റ് എന്ന പോലീസ് ഗസറ്റുകളുണ്ട്, അതിൽ കൊടുക്കുക. പിന്നെ ബുള്ളറ്റിനുകളുണ്ട്, CBI ബുള്ളറ്റിൻ ഉൾപ്പെടെ. അങ്ങനെയുള്ളതിനകത്തിലൊക്കെ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ പബ്ലിഷ് ചെയ്യാം. അങ്ങനെ വ്യാപകമായിട്ട് അന്വേഷണം നടന്ന് ഈ മിസ്സിംഗ് ആളുകളെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോഴാണെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ, ബസ് സ്റ്റാൻഡിലെ, പൊതുസ്ഥലങ്ങളെ, റോഡിലുള്ള CCTV ദൃശ്യങ്ങളൊക്കെ നോക്കും. പിന്നെ ശവശരീരങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് എവിടെങ്കിലും കിട്ടിയിട്ടുണ്ടെങ്കിൽ ആ ശവശരീരങ്ങളൊക്കെ ഇതിന്റെ ഐഡന്റിഫിക്കേഷൻ, ഇതിന്റെ അടയാളങ്ങൾ വെച്ചിട്ട് കമ്പയർ ചെയ്തതിന് ശേഷമാണോ ഇല്ലയോ എന്ന് പറയും. അങ്ങനെയുള്ള ഒരുപാട് വ്യാപകമായിട്ട് അന്വേഷണങ്ങൾ നടത്തിയതിനു ശേഷം കിട്ടിയില്ലെങ്കിൽ അത് താൽക്കാലം അവിടെ വെക്കുക. ഏതാണ്ട് 2-3 കൊല്ലം അന്വേഷിച്ചതിന് ശേഷം താൽക്കാലികമായിട്ട് അത് ആളെ കിട്ടുന്നില്ല എന്നുള്ള രീതിയിൽ ക്ലോസ് ചെയ്യും. പിന്നെ അത് വേണമെങ്കിൽ രണ്ടാമത് ഓപ്പൺ ചെയ്യാവുന്നതാണ് അവരുടെ സംവിധാനം. അപ്പൊ അന്വേഷണം അനിവാര്യമാണ്. കാരണം ഏതൊരു വ്യക്തി മിസ്സിംഗ് ആണെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ റിപ്പോർട്ട് കിട്ടുകയല്ല, അത് അവിടുത്തെ രേഖയിൽപ്പെടുത്തുകയും കേരളത്തിലെ FIR ഇടണമെന്നാണ്. മറ്റു സ്ഥലത്ത് അങ്ങനെയല്ല, അതിന് പ്രത്യേകമായിട്ട് രജിസ്റ്റർ വെച്ചിട്ട് അതിന്റെ അന്വേഷണം നടത്തണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്നാലും ശരി, അതിനൊരു ശക്തമായ അന്വേഷണം, ഒരു അന്വേഷണത്തിന്റെ നടപടിക്രമം അനുസരിച്ച് തന്നെ ഒരു ശക്തമായ അന്വേഷണം നടത്തുകയും അതിനുശേഷം ആളെ ട്രേസ് ചെയ്യുകയാണെങ്കിൽ അത് അങ്ങനെ എന്താണ് അതിന്റെ അടിസ്ഥാനം, മറ്റേതെങ്കിലും രീതിയിൽ അദ്ദേഹം സ്വന്തം പോയതാണെങ്കിൽ അദ്ദേഹത്തിന്റെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് കോടതിയിൽ ഹാജരാക്കി ബന്ധുക്കളെ ഏൽപ്പിച്ചു കൊടുത്ത് അത് അവസാനിക്കും. അതല്ല മറ്റേതെങ്കിലും രീതിയിലുള്ള കേസുകളാണ്, ക്രൈം കേസുകളാണ്, അദ്ദേഹത്തിന് ആരെയും പിടിച്ചുകൊണ്ട് കൊണ്ടുപോയതാണ്, അല്ലെ ഭീഷണിപ്പെടുത്തി, അതിന്റെ കേസെടുത്ത് അന്വേഷിക്കും. അപ്പൊ ഇതൊക്കെ അന്വേഷിക്കാനുള്ള സംവിധാനങ്ങളുണ്ട്. അന്വേഷിക്കാതിരിക്കാൻ പോലീസിന് പറ്റില്ല. ബോധപൂർവം പോലീസ് അന്വേഷിച്ചില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ സംഭവിച്ചേക്കാം. എന്നാലും അവിടെ റിപ്പോർട്ട് ചെയ്തു എന്ന് പറഞ്ഞതിന് ഏതെങ്കിലും രേഖ അവരുടെ കൈവശം ഉണ്ടാകും. ഉണ്ടായാലും ശരി, ഏത് പിന്നെ പരാതി നമ്മൾ പോലീസ് സ്റ്റേഷനോ അല്ല വേറെ ഏതെങ്കിലും ഓഫീസിൽ കൊടുത്ത് അതിന്റെ ഒരു കോപ്പി എല്ലാവരും സൂക്ഷിക്കാറുണ്ട്. അപൂർവം ചില ആളുകൾ വലിയ മനാഫ് പറഞ്ഞത് ഏകദേശം 435ഓളം മാൻ മിസ്സിംഗ് കേസസ് ഉണ്ട് എന്ന്. അതിലൊന്നും അന്വേഷണം നടത്താതിരിക്കുമോ? അങ്ങനെ ഒരു ഉദാസീനത പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുമോ? മാത്രമല്ല, അതൊരു വലിയൊരു കോൺട്രവേഴ്സിയായി മാറില്ലേ? ആ ഭീതിയിലെങ്കിലും പോലീസ് അതിൽ ഇടപെടില്ലേ, അന്വേഷിക്കില്ലേ? അല്ലാതെ അത് അങ്ങനെ ഒരു അന്വേഷണത്തിലുള്ള സാധ്യത പോലും തള്ളിക്കളയുമോ? സുഭാഷ് ബാബു സാർ. തീർച്ചയായിട്ടും. അല്ല, അത്രയൊക്കെ പോയി കഴിഞ്ഞാല് പോലീസിന്റെ അടുത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെ അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഈ ഒരാളിപ്പോ നമ്മുടെ വീട്ടിലെ ഒരു ബന്ധു ആരെങ്കിലും പിന്നെ ഏതെങ്കിലും രീതിയിൽ മിസ്സിംഗ് ആണ്, കാണാതെ പോവുകയാണെങ്കിൽ, അപ്രത്യക്ഷനായി കഴിഞ്ഞാൽ നമ്മളത് മിണ്ടാണ്ടിരിക്കുകയല്ലോ. ഒരു സ്ഥലത്ത് സമീപിച്ചു, അവിടെ നടപടി ഉണ്ടായില്ലേ അതിന് ബന്ധപ്പെട്ട ഹയർ അതോറിറ്റിയിലെ സംഭവിക്കാം, അതല്ലെങ്കിൽ പത്രമാധ്യമങ്ങളിൽ അത് പ്രസിദ്ധീകരിക്കാം. അതൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യമല്ലേ. ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ കോടതിയിൽ വേണമെങ്കിൽ പോയിട്ട് പറയാം, ഇങ്ങനെ ഒരാളെ പിന്നെ കാണാനില്ല, അത് ചില പ്രത്യേക സാഹചര്യത്തിൽ ആരെങ്കിലും ഭീഷണിയോ അല്ലെങ്കിൽ ഇദ്ദേഹത്തിന് ഏതെങ്കിലും രീതി ഭീഷണിയോ അതല്ലെങ്കിൽ മറ്റു രീതിയിൽ ആരെങ്കിലും ആക്രമിക്കുകയോ ഒക്കെ ചെയ്തിട്ടുള്ള വ്യക്തിയാണ്, അതുകൊണ്ട് അവരുടെ പ്രതികാരം എന്നുള്ള രീതിയിൽ എന്നൊക്കെയുള്ള രീതിയിലാണല്ലോ നമ്മൾ സംശയിക്കുക. അല്ലെ പ്രണയ നൈരാശ്യം വന്നു, അല്ലെ വീട്ടിലെ പ്രശ്നം ഉണ്ടായിട്ട് അവിടെ നിന്ന് അവരുമായിട്ട് കലഹം ഉണ്ടാക്കിയതിനു ശേഷം പോയി. ഇപ്പൊ എന്തായാലും ശരി, അദ്ദേഹം അവിടെ നിന്ന് അപ്രത്യക്ഷമായി എന്ന് പറയുന്ന ഗൗരവമുള്ള പ്രശ്നമാണ്. ഈ 450 അന്വേഷിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ ഒന്നും റിപ്പോർട്ട് ചെയ്യാതിരിക്കും. അവിടെ ഒരു കേസുകളും ഇല്ലാന്നാണല്ലോ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു അന്വേഷണം ഇല്ലാതെ വരാൻ പറഞ്ഞ മഹാത്ഭുതം എന്നല്ലാതെ അത് എന്തായാലും സാധാരണഗതിയിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. കേരളത്തിൽ സംഭവിക്കില്ല, മറ്റിടത്തൊക്കെ സംഭവിച്ചേക്കാം ചില സംസ്ഥാനങ്ങളിലൊക്കെ. പക്ഷെ അത് ഇത്രയും വ്യാപകമായിട്ട് 400-450 കേസൊക്കെ ഉണ്ടായിട്ട് അതിൽ ഒരു കേസ് പോലും റിപ്പോർട്ട് ചെയ്യുകയോ അന്വേഷിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് പറയുന്നത് വിശ്വസനീയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അതെന്തായാലും
പോലീസിനെ സംബന്ധിച്ചിടത്തോളം അവരങ്ങനെ റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിൽ എത്ര ദൂരമായാലും ശരി പോലീസ് സ്റ്റേഷൻ, ഇപ്പൊ 10 കിലോമീറ്റർ ഒന്നും വലിയ ദൂരമൊന്നുമില്ല അവിടെ. കാരണം അവിടെ ദിവസം പടി 10,000-കണക്കിന് വാഹനങ്ങൾ വരുന്ന ഒരു സ്ഥലമാണ് ഈ ധർമ്മസ്ഥല എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വാഹന സൗകര്യമുള്ള ആയതുകൊണ്ട് എന്തായാലും പോലീസ് സ്റ്റേഷനിൽ പോകാൻ അവർക്ക് ബെൽത്തങ്ങാടി എവിടാന്ന് വെച്ചാൽ അവിടെ പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അത് നമുക്ക് എത്രമാത്രം വിശ്വസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ സാധാരണ ബുദ്ധിയിൽ ആലോചിച്ചു കഴിഞ്ഞാൽ നമുക്ക് അവിശ്വസനീയമായിട്ട് തോന്നുന്ന ഒരു പ്രസ്താവനയായിട്ടാണ് എനിക്ക് തോന്നുന്നത്.